ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു ചൈനീസ് സ്ട്രീറ്റ് ഫുഡാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് മിസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ചൈനീസ് സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ്. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. റോഡ് സൈഡിലിരുന്നിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അവർ ഉണ്ടാക്കി തരും. അടിപൊളിയാണ്, നല്ല സ്പൈസി ആയിരിക്കും, നല്ല ഹോട്ടായിരിക്കും, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത്. ഇത് ശരിക്കും നമുക്ക് നാട്ടിലും വേണമെങ്കിൽ നമുക്ക് വീട്ടിലും വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഒരു ദിവസം വീട്ടിൽ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയി. ഞാൻ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും ഇപ്പം വീഡിയോ കണ്ടിട്ട് വരാം. അങ്ങനെ നൈറ്റ് ഒരു 9:30 ഒക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന ഓരോ ഷോപ്പിലും ഓരോ ഡിഫറെൻറ്റ് സ്ട്രീറ്റ് ഫുഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ പൊറോട്ട ഷോപ്പിലോട്ടാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ചേട്ടനാണ് നമുക്ക് ഈ പൊറോട്ട സ്റ്റഫ് ചെയ്തിട്ടുള്ള പൊറോട്ട നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഓരോ ചിക്കൻ, മീറ്റ്, അതിൻ്റെയൊക്കെ ഓരോ പീസ് കണ്ടില്ലേ, അതൊക്കെ നമുക്ക് എക്സ്ട്രാ പറഞ്ഞാൽ അവർ നമുക്കുള്ളിൽ സ്റ്റഫ് ചെയ്ത് വെച്ച് തരും. അപ്പോൾ നമുക്കിനി പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ നമ്മുടെ നോർമൽ പ്രൊസീജിയേഴ്സ് തന്നെ. ഒരു പാൻ എടുക്കുക, പൊറോട്ട ഇടുക, എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പൊറോട്ട ഇങ്ങനെ വീർത്ത് വരാൻ തുടങ്ങും. ഇങ്ങനെ വീർത്ത് വരുന്ന ടൈമിൽ നമ്മൾ ഒരു ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലെയിൻ എഗ്ഗ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ സ്റ്റെപ്പ്. അപ്പോൾ ആ എഗ്ഗിൽ പ്രത്യേകിച്ച് മസാലാസ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല, പ്ലെയിൻ എഗ്ഗാണ്. അതിനുശേഷം പിന്നെയും ഓയിൽ ഒഴിച്ചു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും സ്റ്റഫ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ കുറേ ചിക്കൻ, മീറ്റ്, ഹോട്ട് ഡോഗ്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഈ മീറ്റിൻ്റെ ഒരു പീസാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും അവരിതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്യും നന്നായിട്ട്. അപ്പോൾ ഈ നന്നായിട്ട് പൊറോട്ടയൊക്കെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അവരത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റും. ഇനിയാണ് മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെഡ് കളറിൽ ആഡ് ചെയ്യുന്നതിൻ്റെ പേര് ലാസ എന്നാണ്. അത് ഭയങ്കര സ്പൈസിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നമുക്ക് ഇങ്ങനെ കാണുന്നതിൽ നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ടുള്ള എന്തും നമുക്ക് ആഡ് ചെയ്യാൻ പറയാം. ഈ ലെറ്റ്യൂസ് ലീവ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഈ ബ്രൗൺ കളറിൽ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്തോ ഗ്രൗണ്ട് നട്ടിൻ്റെ എന്തോ ഒരു സംഗതിയാണ്, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഈ ആഡ് ചെയ്യുന്നത് ഗാർലിക്കാണ്. അത് പക്ഷേ പച്ച ഗാർലിക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ പച്ച കുത്തൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഇനി ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മീറ്റാണ്. അതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ റോള് ചെയ്ത് നമുക്ക് ഇങ്ങനെ നല്ല കവറിൽ പാക്ക് ചെയ്ത് നമുക്ക് തരും. ആൻഡ് ഇതാണ് നമ്മുടെ പൊറോട്ട.